ഗുഡ് മോർണിംഗ് എവരിബഡി. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടീച്ചർ. എന്റെ പേര് ഷാഹിറ ബഷീർ. ഓക്കെ, കുട്ടികൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഓണ എക്സാം ഒക്കെ ആകാറായി വരുന്നല്ലേ? 2 മാസം കൂടെ കഴിഞ്ഞാൽ എക്സാം ആയി. അപ്പോൾ നിങ്ങൾ പഠിച്ചൊക്കെ തുടങ്ങിയോ? ഷാഡോ നിങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി ക്ലാസ്സുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് കാണണം. ഈ സേവനം തീർത്തും സൗജന്യമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നല്ല മിടുക്കരാകുക. ഓക്കെ, ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ പാർട്ട് 1ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? പീലിയുടെ ഗ്രാമത്തിലേക്ക്. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും യാത്രയൊക്കെ പോകാൻ ഇഷ്ടമാണോ? നമുക്ക് എല്ലാവർക്കും യാത്രയൊക്കെ പോകാനും ഓരോ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പമാണ് നമ്മൾ ആ യാത്ര പോകുന്നെങ്കിലോ ആ യാത്ര നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടതായി തീരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തില് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിക്കേ. ഇതില് കുറെ കൂട്ടുകാരെ കാണാനായിട്ട് സാധിക്കും അല്ലെ? ഇവരെല്ലാവരും കൂടി പീലി എന്ന തന്റെ സുഹൃത്തിന്റെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോകാനായിട്ട് ഒരുങ്ങുന്ന ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അവരെല്ലാവരും യാത്ര പോകുന്നതിന് മുൻപേ കുറെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവര് ഓരോരുത്തരും യാത്രയ്ക്ക് മുന്നേ, ഇവർ യാത്ര ചെയ്യുന്നതിന് മുന്നേ ഇവർ ഓരോരുത്തരും അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരാരൊക്കെയാ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ആദ്യം ആരെ കുറിച്ചാ പറയുന്നത്? നീനു. ഇവിടെ നീനു എന്താണ് പറയുന്നതെന്നൊന്ന് നോക്കിക്കേ. നീനു പറയുകയാണ്, നീനു, ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എന്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. അപ്പോൾ നീനുവിനെ പരിചയപ്പെടുത്തി അല്ലേ? നീനു എവിടെയാണ് താമസിക്കുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് അവളുടെ താമസം. അവൾക്കൊരു അനിയനുണ്ട്. പിന്നെ അവളുടെ പ്രത്യേകത എന്താണ്? അവള് വീൽ ചെയറിലാണ്. അപ്പൊ അവൾക്ക് കാലിന് എന്തോ പ്രശ്നമുള്ള കുട്ടിയാണ് ഈ നീനു എന്ന് പറയുന്നത്. അടുത്ത ആളെ നോക്കിക്കേ. അടുത്ത ആൾ ആരാണ്? അപ്പു. അവന്റെ പേരെന്താണ്? അപ്പു. അവൻ പറയുകയാണ്, എന്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എന്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എന്റെ അമ്മ. അപ്പൊ അപ്പു അവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അല്ലെ? അവനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവന് ചേരിയിലാണ് അവന്റെ താമസം. അവൻ ആകെ ഉള്ളത് അവന്റെ അമ്മ മാത്രമാണ് ഉള്ളത്. അവന്റെ അമ്മയ്ക്ക് എന്താണ് ജോലി? അവന്റെ അമ്മ ഒരു തുണിമിൽ തൊഴിലാളിയാണ് അല്ലെ? അപ്പൊ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഈ അപ്പു എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കിയാലോ. അടുത്ത ആളുടെ പേരെന്താണ്? വിക്കി. അടുത്ത ആളുടെ പേരെന്താണ്? വിക്കി. അവൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അവൻ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലെ? അവൻ പറയുകയാണ്, എന്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എന്റെ മമ്മി സ്വന്തമായ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ വിക്കി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള വീട്ടിലെ കുട്ടിയാണ് അല്ലെ? അവന്റെ പപ്പയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് പപ്പ നടത്തുന്നു. മമ്മയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവൻ അത്യാവശ്യം ചുറ്റുപാടുള്ള വീട്ടിലെ കുട്ടിയാണ്. അടുത്ത എന്താണ്? അടുത്ത ആരാണ് പറയുന്നത്? നോക്കിക്കേ, ചമേലി. അടുത്ത കുട്ടി ആരാണ്? ചമേലി. അവൾ എങ്ങനെയാണ് അവളെ പരിചയപ്പെടുത്തുന്നത് നമുക്കൊന്ന് നോക്കാം. അവള് പറയുകയാണ്, ഞാൻ ചമേലി. ഞങ്ങൾ ആസാം സ്വദേശികളാണ്. അപ്പോൾ ചമേലി എവിടെയുള്ള കുട്ടിയാണ്? ആസാം സ്വദേശിയാണ് അവള്. അടുത്തത്, ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. അവൾ അവളുടെ അച്ഛനെ അമ്മയെ എന്താണ് വിളിക്കുന്നത്? മായും പാപ്പയും. അങ്ങനെയാണ് അവൾ അവളുടെ അച്ഛനെയും അമ്മയെയും വിളിക്കുന്നത്. അവര് വർഷങ്ങളായിട്ട് കേരളത്തിൽ താമസിക്കുന്ന ആസാം സ്വദേശികളാണ്. ഓക്കെ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവൾ എന്താണ് പറയുന്നത്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാര് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എന്ന് അവൾ പറയുന്നു. അപ്പോൾ 4 പേരും അവരെ കുറിച്ച് ഓരോ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 4 കൂട്ടുകാരെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ.
കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് നിങ്ങളും ഈ പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോവുകയാണെന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായിട്ട് നിങ്ങളുടെ ചിത്രമൊക്കെ ഒന്ന് വരച്ച് നിങ്ങളെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി നോക്കാൻ ഒരു പ്രവർത്തനം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ കുട്ടികളെ, നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഇപ്പൊ അമ്മു എന്നാന്ന് വിചാരിച്ചോ. നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ, അവയൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ക്ലാസ് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മക്കളെ, ഇതുവരെ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നല്ല മിടുക്കരായി തീരുക. അപ്പൊ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.